الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ഏറെ സ്നേഹം നിറഞ്ഞ ജാലകത്തിൽ പങ്കെടുത്ത പ്രിയമുള്ള കൊച്ചു അനുജന്മാർ, അവസാന ദിനത്തിലെ സമാപന സെഷനിലൂടെയാണ് നാം ഓരോരുത്തരും ഇരിക്കുന്നത്. ഒരു മാതാവ് തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ആദ്യ സമയത്ത് തൻ്റെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് ചില ഉപദേശങ്ങൾ നൽകും. പോകുമ്പോൾ സ്കൂളിലേക്കാണ് പോകുന്നത്, വ്യത്യസ്തമായ രൂപത്തിലുള്ള സഹപാഠികളുണ്ടാകും, വ്യത്യസ്തമായ രൂപത്തിലുള്ള സ്വഭാവക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ അച്ചടക്കത്തോടു കൂടി നിൽക്കുന്ന കൂട്ടുകാരുമായി ബന്ധം സ്ഥാപിക്കാനും അച്ചടക്കത്തോടു കൂടി കഴിയാനുമുള്ള ചില മനോഹരമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രിയപ്പെട്ട മക്കൾക്ക് തൻ്റെ മാതാപിതാക്കൾ നൽകും. അതേപോലെ തന്നെയാണ് ജാലകത്തിലെ അവസാനത്തെ ഈ ദിനത്തിൽ പ്രിയമുള്ള അനുജന്മാരോട് നൽകാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കാനും അവൻ കൽപ്പിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ 3 ദിനം അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കൃത്യമായി ഇബാദത്തുകളുടെ വിഷയത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമസ്കാരത്തിന്റെ വിഷയമാകട്ടെ, അതോടൊപ്പം തന്നെ ദിക്റിന്റെയും അദ്കാറിന്റെയും വിഷയമാകട്ടെ, എല്ലാം കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാറ്റങ്ങൾ സംഭവിച്ചത് നമുക്കാണ്. നാം തിരികെ മടങ്ങുന്നത് പഴയ നാട്ടിലേക്കാണ്. മാറ്റങ്ങൾ സംഭവിക്കാത്ത, ലഹരിയും അധാർമികതയിലും തോന്നിവാസങ്ങളിലും മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് നാം ഇനി ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നമസ്കാരത്തിന്റെ വിഷയമാകട്ടെ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ വിഷയമാകട്ടെ, ഇബാദത്തിന്റെ വിഷയമാകട്ടെ, സ്വഭാവത്തിന്റെ വിഷയമാകട്ടെ, നമ്മുടെ വസ്ത്രധാരണത്തിന്റെ വിഷയമാകട്ടെ, തുടങ്ങി ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും നേടിക്കഴിഞ്ഞാണ് ഈ ജാലകം കഴിഞ്ഞ് നാം തിരികെ മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവസാനമായി കൊണ്ട് ചില നിർദ്ദേശങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാനാണ് ഞാൻ, കനപ്പെട്ട ഉപദേശങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി കൊണ്ട് പ്രിയമുള്ള അനുജന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി തീരുക. യഥാർത്ഥ തൗഹീദ് ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്ന, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി തീരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായി സൂചിപ്പിക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പഠിപ്പിച്ചതും അത് തന്നെയാണ്. യഥാർത്ഥ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കളങ്കമില്ലാത്ത ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട യഥാർത്ഥ തൗഹീദ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, മോനെ നിനക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വഇൻ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, മോനെ നിനക്ക് സഹായം തേടാനുണ്ടെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ കാതൽ. ഏത് സന്ദർഭത്തിലും സഹായം തേടണമെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കുക. പിന്നെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, യഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. മോനെ, നിന്റെ ജീവിതത്തിൽ ഒരു നന്മ കൽപ്പിക്കാൻ വേണ്ടി ലോകത്തുള്ള മനുഷ്യൻ മുഴുവനും ഒരുമിച്ച് കൂടിയാലും
അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു നന്മയും നിന്റെ ജീവിതത്തിൽ കടന്നു വരികയില്ല എന്നുള്ള യാഥാർത്ഥ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഹദീസ് മനസ്സിലാക്കിയവരാണ് നാം, യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കിയവരാണ് നാം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കിയ വ്യക്തിക്ക് എങ്ങനെയാണ് ഖബറിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ പിഞ്ചു കൈകളിൽ ഏലസുകളും ചരടുകളും കെട്ടി ഓതിയുതാൻ സാധിക്കുക, ഏത് പ്രയാസം വന്നാലും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവിനോട് തവക്കുൽ നേടുക, അവനോട് സഹായം തേടുക എന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമതായി കൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നാം മനസ്സിലാക്കിയവരാണ് അല്ലാഹുവിനെ സ്നേഹിക്കുക. അല്ലാഹുവിനെ സ്നേഹിക്കുക, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ പടച്ചറപ്പ് നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. യുദ്ധഭൂമി നിൽക്കുമ്പോൾ മുന്നിൽ തന്റെ യുദ്ധഭൂമിയിൽ ഒരു സ്ത്രീയാണെങ്കിൽ തന്റെ പിഞ്ചു പൈതലിനെ കളഞ്ഞു പോയതിന്റെ പേരിൽ വിഷമിച്ച് നിൽക്കുകയാണ്, പ്രയാസം അനുഭവപ്പെടുകയാണ്. ഒരു മാതാവിന്റെ തന്റെ പിഞ്ചു പൈതൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സ്ത്രീയാണെങ്കിൽ അന്വേഷിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കൊണ്ടിരിക്കെ ആ സ്ത്രീക്ക് തന്റെ പിഞ്ചു പൈതൽ ലഭിക്കുന്നു. യുദ്ധഭൂമിയിൽ നിന്ന് ആ പിഞ്ചു പൈതലിനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് നിരന്തരം ചുംബനങ്ങൾ നൽകി, മാറോട് ചേർത്ത് അമിന്ന പാലുകൾ നൽകിയ ആ സ്ത്രീയെ കണ്ട് സ്വഹാബാക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, സ്വഹാബ, നിങ്ങൾ കരുതുന്നുണ്ടോ ആ സ്ത്രീയാണെങ്കിൽ ആ പിഞ്ചു പൈതലിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന്? സ്വഹാബാക്കൾ പറഞ്ഞു, കുൽനാല. സ്വഹാബാക്കൾ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, എങ്ങനെ സാധിക്കും? കാരണം അത്രത്തോളം കാരുണ്യമല്ലേ ആ മാതാവ് തന്റെ പിഞ്ചു പൈതലങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സ്വഹാബ, എന്നാൽ അറിയണം, കേട്ടോ, നമ്മെ സ്നേഹിക്കുന്ന ആ പടച്ചറപ്പുണ്ടല്ലോ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ പടച്ചറപ്പുണ്ടല്ലോ, ആ പടച്ചറപ്പ്, ആ മാതാവ് തന്റെ പിഞ്ചു പൈതലിന് നൽകുന്ന സ്നേഹത്തെക്കാൾ ഇരട്ടി മാധുര്യമായി കൊണ്ട് തന്റെ റബ്ബ് അടിമകൾക്ക് സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ റബ്ബ് എന്നുള്ളത് നമ്മെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ആഗ്രഹിക്കുന്ന റബ്ബല്ല, നിരമറിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന റബ്ബാണ് എന്നുള്ള ബോധമാണ് വേണ്ടത്. രണ്ടാമതായി കൊണ്ട് നാം സ്നേഹിക്കേണ്ടത് നമ്മുടെ ഉമ്മയാണ്. നമ്മുടെ ഉമ്മയാണ്. ഈ ദിവസത്തിലെ ക്യാമ്പുകളിൽ മനസ്സിലാക്കിയില്ലേ മാതാപിതാക്കളോടുള്ള സ്നേഹം, മാതാപിതാക്കളുടെ പെരുമാറ്റം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നൽകേണ്ട സ്നേഹമുണ്ടല്ലോ, അങ്ങനെ ആ രൂപത്തിൽ ഉമ്മയെ സ്നേഹിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ ദിവസം വരെ ഉമ്മയെ ധിക്കരിച്ചവരാണ് നാം. കഴിഞ്ഞ ദിവസം വരെ ഉമ്മയോട് അനുസരണക്കേട് കാണിച്ചവരാണ് നാം. ഉമ്മയോട് കയർത്ത് സംസാരിച്ചവരാണ് നാം. ഈ ക്യാമ്പ് പിഴിഞ്ഞു പോകുമ്പോൾ വീട്ടിൽ പോയവൻ തന്നെ ഉമ്മയെ ഒന്ന് ചേർത്തു പിടിക്കാൻ, ഉമ്മയോടൊന്ന് നെറ്റിയിൽ ചുംബനം നൽകി ഉമ്മയോടൊന്ന് ക്ഷമ ചോദിക്കാൻ പ്രിയമുള്ള വിദ്യാർത്ഥികളെ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. 9 മാസം നമ്മെ ചുമന്നു, 9 മാസം നമ്മെ ചുമന്നു, 9 മാസം ഗർഭം ചുമന്നു. ആലോചിച്ചിട്ടുണ്ടോ? ഒരു പ്രയാസവും അവർക്ക് തോന്നിയിട്ടില്ല. 9 മാസം നമ്മുടെ ഭാരവും അവരുടെ ഭാരവും താങ്ങി നമ്മെ കഷ്ടപ്പെട്ട് വഹിച്ച് ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ അറിയിക്കാതെ നമ്മെ ഈ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നവരുണ്ടല്ലോ, അതാണ് നമ്മുടെ ഉമ്മമാർ. ഒരിക്കലും ആ അമ്മയെ മറക്കരുത്. ഏത് സന്ദർഭത്തിലും വലുതായാലും ചെറുതായാലും ആ മാതാപിതാക്കളെ ചേർത്ത് നിർത്താൻ, അണച്ചു പിടിക്കാൻ പ്രിയമുള്ളവരെ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നാലാമതായി കൊണ്ട് നൽകേണ്ട സ്നേഹം നമ്മുടെ ഉപ്പയാണ്. ഉപ്പയെ സ്നേഹിക്കുന്നവരായി തീരുക, ഉപ്പയെ സ്നേഹിക്കുന്നവരായി തീരുക. ഒരു പ്രയാസം പോലും നമ്മോട് പങ്കുവെക്കുകയില്ല, അവരുടെ ഒരു ബുദ്ധിമുട്ട് പോലും നമ്മോട് പങ്കുവെക്കുകയില്ല. പ്രിയമുള്ളവരെ, വീട്ടിൽ ചെന്ന് ആദ്യം നിർവഹിക്കേണ്ടത് മാതാപിതാക്കളെ ചേർന്ന് പിടിക്കുക. അവർ നമ്മെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. 3:30 സമയം 4:30 സമയം അവർ കാത്തു നിൽക്കുന്നു. എന്റെ മകൻ വരാനിരിക്കുന്നു, അവന്റെ സ്വഭാവം മാറി വരാനിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ മാതാപിതാക്കൾ. ചെന്നുടൻ തന്നെ ചേർത്ത് പിടിക്കുക.
ഇവിടെയുള്ള മനോഹരമായ നിമിഷങ്ങൾ അവരുമായി പങ്കുവെക്കുക, മാപ്പ് ചോദിക്കുക. തിരിച്ചറിയേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ കോപമാണ് അള്ളാഹുവിന്റെ കോപമെന്ന ബോധമുണ്ടാകണം. നാം കാരണത്താൽ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് ഭൂമുഖത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം, നാളെ പരലോകത്ത് കണക്കു പറയേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന തിരിച്ചറിവാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, അഞ്ചാമതായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത് പ്രവാചകനെ സ്നേഹിക്കുക, പ്രവാചക ചര്യ ജീവിതത്തിൽ പിൻപറ്റുക, പ്രവാചകൻ പഠിപ്പിച്ചത് രൂപത്തിൽ ജീവിക്കുക. എന്താണോ കൽപ്പിച്ചത് അത് ജീവിതത്തിൽ ഏറ്റെടുക്കുക, എന്താണോ വിരോധിച്ചത് അത് ജീവിതത്തിൽ ഒഴിവാക്കുക. ഇനി പോകാൻ പോകുന്നത് അധാർമികതയുടെ ലോകത്തേക്കാണ്, ക്യാമ്പസുകളിലേക്കാണ്, സ്കൂളിലേക്കാണ്. തോന്നിവാസങ്ങളും അതോടൊപ്പം തന്നെ തിന്മകളും അരങ്ങേറുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രവാചകനെ കുറിച്ച് എതിർ സംസാരിക്കുമ്പോൾ, പ്രവാചകനെ കുറിച്ച് തോന്നിയ രൂപത്തിൽ വിവരിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പറവും കോടാനുകോടി മനുഷ്യർ ആ പ്രവാചകനെ പിൻപറ്റുന്നുണ്ടെങ്കിൽ, കോടാനുകോടി മനുഷ്യർ ആ പ്രവാചകനെ പിന്തുടരുന്നുണ്ടെങ്കിൽ, ആ പ്രവാചകനെയാണ് ഞാനും പിൻപറ്റുന്നത്. അനമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് സമൂഹത്തിന്റെ മുന്നിൽ, ക്യാമ്പസുകളുടെ മുന്നിൽ, ഇസ്ലാമിനെ തിരി പറയുന്നവരുടെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ജാലകത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശമാണ്. യാ ബുനയ്യ, തന്റെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തോളത്ത് കൈവച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. പ്രിയമുള്ളവരെ, കനപ്പെട്ട സന്ദേശമാണ്. ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഈ ദുനിയാവ് എന്നുള്ളത് കേവലം ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഇവിടെയുള്ള പച്ചപ്പൊന്നും ജീവിതത്തിന്റെ യാഥാർത്ഥ്യമല്ല. ഇവിടെയുള്ള പച്ചപ്പൊന്നും സ്ഥിരമായി ജീവിക്കാനുള്ള സ്ഥലമല്ല. നേരെ മറിച്ച് യഥാർത്ഥ ജീവിതം കടന്നു വരാനുണ്ട്. അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആ പ്രവിശാലമായ സ്വർഗം, അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആ മഹ്ശറ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഏറ്റവും യാഥാർത്ഥ്യമായ ജീവിതമാണ്. ആ ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക, ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക. ഈ 3 ദിവസം ഇവിടെ കൂടിയത് ആ ദിവസത്തിന് വേണ്ടി കൃത്യമായുള്ള പ്ലാനുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്, നന്മകൾ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണുള്ള ബോധമാണ് നമുക്ക് വേണ്ടത്. ക്യാമ്പസിലേക്ക് പോകുമ്പോൾ നമ്മുടെ സഹപാഠികൾ നമ്മെ കുറിച്ച് എതിർ സംസാരിക്കും. ജീവിതം ഒന്നേ ഉള്ളൂ. ലൈഫ് ഈസ് ഓൺലി വൺ, സോ ദാറ്റ് എൻജോയ്. ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിച്ച് തീർക്കുക എന്ന് സഹപാഠികളും കൂടെയുള്ള കൂട്ടുകാരന്മാർ പറയുമ്പോൾ ജാലകത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ജാലകത്തിൽ നൽകിയ ഏറ്റവും വലിയ സന്ദേശം മനസ്സിലേക്ക് ഓർമ്മ വരണം. വിശുദ്ധ ഖുർആനിന്റെ ആ വലിയ സന്ദേശം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞ ശേഷം വിശുദ്ധ ഖുർആൻ പറയുന്നത് തുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, ഇതിനുശേഷം നീ മരിക്കുക തന്നെ ചെയ്യും. യാഥാർത്ഥ്യമാണ്. കണ്ണുകൊണ്ട് കണ്ടവരാണ്, കാണുന്നവരാണ്. എത്ര സഹപാഠികളാണ് നമ്മൾ വിട്ടു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ സഹപാഠികളുടെ മരണങ്ങൾ നാം മുഖാമുഖം കണ്ടവരാണ്. അതിനുശേഷം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് തുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ തുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅദൂൻ, ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ആ ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക. തിന്മ ചെയ്യാൻ വേണ്ടി മനസ്സ് കൊതിക്കുമ്പോൾ, തിന്മ ചെയ്യാൻ വേണ്ടി മനസ്സ് വല്ലാത്ത രൂപത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ജാലകത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ സന്ദേശം ജീവിതത്തിലേക്ക് നാം പാലിക്കേണ്ടതുണ്ട്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മകനോട് നൽകിയ ഉപദേശം യാ ബുനയ്യ ഇന്നഹാ ഇൻതക മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാത് ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ്. അല്ലയോ എന്റെ പൊന്നുമകനെ, നീ ഒരു അടിമണി തൂക്കം തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അത് ആകാശ ഭൂമിയിൽ മറച്ചു വെച്ചാലും പാറക്കെട്ടുകൾക്കിടയിൽ മറച്ചു വെച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ നാളെ അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. എത്ര അണിമണി തൂക്കം തിന്മയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ഹാജരാക്കുമെന്നുള്ള യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ചുകൊണ്ട് മടങ്ങാൻ പ്രിയമുള്ളവരെ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ളത് വൈജ്ഞാനിക രംഗത്ത് വളരുക.
പഠിക്കുന്ന കാലമാണ്. മനോഹരമായി കൊണ്ട് പഠിക്കാൻ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ അവർ പഠിച്ചാണ് വളർന്നിട്ടുള്ളത്. നമ്മുടെ മുൻഗാമികൾ അവർ വായിച്ചാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് പഠിക്കുക. ജീവിതത്തിൽ പഠിപ്പ് എന്നുള്ളത് യഥാർത്ഥ ലക്ഷ്യമാക്കി നമ്മുടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ലക്ഷ്യമാക്കി കണക്കാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിയുന്ന വ്യക്തിത്വങ്ങളായി മാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മരണമെന്ന യാഥാർത്ഥ്യം ജീവിതത്തിലേക്ക് കടന്നു വരും. യാതൊരു സംശയവുമില്ല. ജീവിതത്തിന്റെ ഏത് കോണിൽ നിന്നാലും ആരും അറിയിക്കാതെ, മരണം പോലും അറിയിക്കാതെ, മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുൻപ് പോലും അറിയിക്കാതെ കടന്നു വരുന്ന അതിഥിയാണ് മരണം എന്നുള്ളത്. ആ മരണത്തെ തിരിച്ചറിയുക, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പ്രിയമുള്ളവരെ, 3 ദിവസമായി കൊണ്ട് കേട്ട ഒരു നാമമുണ്ട്. അർശിദിന്റെ പേര് പലപ്പോഴും പലതവണയായി കൊണ്ട് കേട്ടവരാണ്. പ്രിയമുള്ളവരെ, അർശിദിന്റെ മരണമുണ്ടല്ലോ നമുക്കൊരു പാഠമാണ്. അർശിദിന്റെ മരണമുണ്ടല്ലോ നമുക്കൊരു പാഠമാണ്, നമുക്കൊരു തിരിച്ചറിവാണ് എന്നുള്ള ബോധമാണ് ഉണ്ടാകേണ്ടത്. ആ 20കാരന്റെ മരണം, ആ 20കാരന്റെ ജനാസ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയങ്ങളിൽ 3 പള്ളികളിലായി 20 വയസ്സുകാരന്റെ ജനാസ 3 പള്ളികളിലായി ജനങ്ങൾ ആ ജനാസക്ക് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അർശിദ് എന്ന് പറയുന്ന ആ പ്രവർത്തകൻ പ്രവർത്തിച്ചിട്ടുള്ള കനപ്പെട്ട ഏടുകളാണ് എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും കൃത്യമായി സജീവമായി പങ്കെടുക്കുന്ന ഒരു സഹപാഠിയാണ് അർശിദ് എന്നുള്ളത്. സംഘടനാ മേഖലകളിൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി കൈവച്ച ഒരു വിദ്യാർത്ഥിയാണ് അർശിദ് എന്നുള്ളത്. അള്ളാഹുവിന്റെ ദീൻ പഠിച്ചു, അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി, അതിനുശേഷം യഥാർത്ഥ ജീവിതം തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ച അർശിദ് ഒരു അനുഭവങ്ങൾ സൂചിപ്പിക്കുകയാണ്. വ്യാഴാഴ്ചകളിൽ സംസ്ഥാനത്ത് CRE മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന വേളയിൽ എല്ലാ ജില്ലകളുടെയും റിപ്പോർട്ട് സംസ്ഥാനത്തെ ഏൽപ്പിക്കണം. തിരുവനന്തപുരം ജില്ലയുടെ റിപ്പോർട്ട് വായിക്കുന്നത് എന്റെ സുഹൃത്താണ്. ആ സുഹൃത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ സുഹൃത്ത് പറയുകയാണ്, ഒരു മണ്ഡലത്തിൽ എപ്പോഴും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു. മെസ്സേജ് അയച്ചാലും വിളിച്ചാലും കൃത്യമായി കോൾ എടുക്കുന്നു, മെസ്സേജ് റിപ്ലൈ തരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഒരു റിപ്ലൈയും ആ വാട്സപ്പിൽ ലഭിക്കുന്നില്ല, കോൾ എടുക്കുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം സംസ്ഥാന ഭാരവാഹിയോട് ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് തിരുത്തുകയാണ്. ആ സഹപാഠിയോട് പറഞ്ഞു കൊടുക്കുന്നത്, നീ മെസ്സേജ് അയച്ചിരുന്നത് അർശിദിനെയാണ്, വെഞ്ഞാറമൂട് മണ്ഡലത്തിലുള്ള അർശിദിനെയാണ് നീ മെസ്സേജ് അയച്ചിരുന്നത്. അവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിനക്ക് റിപ്ലൈ വന്നിട്ടുണ്ട്, അവൻ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള സമയത്ത് നീ മെസ്സേജ് അയക്കുമ്പോൾ അവൻ ആറടി മണ്ണിലാണ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ സമയത്ത് സംസ്ഥാന ഭാരവാഹി ആ അർശിദിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടും അർശിദിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം തിരുവനന്തപുരത്ത് മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ പോലും അർശിദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സംഘടന ഭാരവാഹിത്വത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചതിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരിക്കുന്നതിന് മുമ്പ് ജീവിതം അടയാളപ്പെടുത്തുക. ഏത് പ്രായമാകട്ടെ, മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ അടയാളപ്പെടുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ രഹസ്യ പ്രബോധനം കഴിഞ്ഞ് പരസ്യ പ്രബോധനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശത്രു സൈന്യം എവിടെ വെച്ച് കണ്ടാലും വധിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആ മുന്നിൽ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് അർക്കം എന്ന് പറയുന്നുണ്ട്, പ്രവാചകരെ, എന്റെ ഭവനം അങ്ങേക്ക് വേണ്ടി നൽകാം, സംരക്ഷണമായിക്കൊണ്ട് എന്റെ ഭവനം അങ്ങേക്ക് വേണ്ടി നൽകാം എന്ന് പറഞ്ഞ അർക്കമിന്റെ പ്രായം ചരിത്രം രേഖപ്പെടുത്തിയത് 15കാരനായിട്ടാണ്. 15ാമത്തെ വയസ്സിൽ ഇസ്ലാമിക നവോത്ഥാനം ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രിയമുള്ളവരെ ദീനിനുള്ള താല്പര്യമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മരിക്കും മുമ്പ് ജീവിതത്തെ യഥാർത്ഥമായി തിരിച്ചറിയുക.
കിട്ടിയ ഉപദേശങ്ങൾ ജീവിതത്തിലെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുക, അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഏത് സന്ദർഭം വന്നാലും അല്ലാഹുവിനെ ഓർക്കാൻ, ഏത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവിനെ ഓർക്കാൻ, സുന്നത്തിനെ മുറുകെ പിടിക്കാൻ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കുഞ്ഞു അനുജന്മാരെ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനമായി കൊണ്ട് ഇവിടെ നിന്ന് വിട പറയുമ്പോൾ കൈ കൊടുത്ത് ഹസ്തദാനം ചെയ്ത് എന്തെങ്കിലും പൊരുത്തമുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അവരോട് കൈ കൊടുത്ത് ഹസ്തദാനം ചെയ്ത് ഇവിടെ നിന്ന് പിരിയാൻ സാധിക്കണം. കാരണം എന്ത് പ്രിയമുള്ളവരെ, അടുത്ത ഒരു ക്യാമ്പിൽ നാം ഉണ്ടാകണമെന്ന് ഇല്ല എന്നുള്ളതാണ്. അർഷദിന്റെ അവസാനത്തെ സലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സംസ്ഥാന കൗൺസിലിൽ നിന്ന് അവസാനം കൈകൊടുത്ത് അർഷദിന്റെ വാക്കുണ്ട്, അടുത്ത കൗൺസിലിനെ കാണാം, അന്ന് നമുക്ക് ഒരുമിക്കാം, അന്ന് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞ് അർഷിദ കൗൺസിലിന് പിരിഞ്ഞു. പിന്നെ ഞാൻ കേൾക്കുന്നത് അർഷിദിന്റെ മരണമാണ്. പിന്നെ ഞാൻ കേൾക്കുന്നത് അർഷിദിന്റെ മരണ വാർത്തയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി ജീവിതത്തിൽ തിരിച്ചറിയുക. അർഷിദ് അറിഞ്ഞിട്ടില്ല അടുത്ത സെക്കൻഡ് ഞാൻ മരിക്കുമെന്ന്. കുളത്തിലേക്ക് പോകുന്ന സമയത്തും അർഷിദ് അറിഞ്ഞിട്ടില്ല ഇനി എന്റെ ഉമ്മയെ കാണുമെന്ന്, ഇനി എന്റെ ഉമ്മയെ കാണുമെന്ന് അർഷിദ് അറിഞ്ഞിട്ടില്ല. അറിയാതെ മരണം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ മരണത്തിന് വേണ്ടി, യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരുണ്ട്. പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ധാരാളം സംഘടന ഭാരവാഹികളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകണമേ. ഒരുപക്ഷേ രാവിലെ ഉറക്കമൊഴിഞ്ഞ് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ വേദിയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനം, നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇന്നലെയും മെനഞ്ഞാന്നും രാത്രി 3 മണി 2 മണി അവർ സംസാരിച്ച് ശൂറ കൂടിയിട്ടാണ് നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. അവരുടെ ഉറക്കം മാറ്റിവെച്ചു നിങ്ങൾക്ക് വേണ്ടി, അവരുടെ ഉറക്കം മാറ്റിവെച്ചു അല്ലാഹുവിന് വേണ്ടി. അതുകൊണ്ട് അവർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് കൃത്യനേരം ഭക്ഷണം ലഭിച്ചിട്ടുണ്ടല്ലോ, ആ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നൽകിയ സംഘാടകർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുവിനോട് സ്തുതിക്കുക. അല്ലാഹു നമ്മെ തിരഞ്ഞെടുത്തവരാണ് ഈ ജാലകത്തിൽ പങ്കെടുക്കാൻ, യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കാൻ, ജീവിത ലക്ഷ്യം മനസ്സിലാക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തവരാണ്. നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അവനോട് തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു 3 ദിന ക്യാമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമായി രേഖപ്പെടുത്താൻ അല്ലാഹുവേ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. റഹ്മാനായ റബ്ബേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.